പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നാ പറയുക. ഒന്ന്, റൂമിലേക്ക് അവർ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നു. 2, അവർ റൂമിൽ നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. either നമ്മൾ റൂമിൽ encourage നിന്ന് പോകുമ്പോൾ ആൾക്കാർ സന്തോഷിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രസൻസ് ആൾക്കാർക്കൊരു പ്രസൻ്റായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. മറ്റൊരു വിധത്തിലും പറയാറുണ്ട്, when you come the room is encouraged, അതെ, or when you come the room is expert. അതെ, നമ്മൾ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് എൻകറേജ് ആകുകയാണോ അതെയോ മരിച്ചു പോവുകയാണോ എന്നുള്ളത് അതെ, ഞാൻ ചിന്തിക്കും. ചില സാറന്മാരെ ക്ലാസ്സിൽ വെച്ച് കയറുമ്പോഴേക്കും പിള്ളേർ പറയും, "ഓ, നാശം വന്നു." അതെ, അല്ലെങ്കിൽ ചില ബോസ് മീറ്റിംഗ് വിളിക്കുമ്പോഴേക്കും ദേ അടുത്ത തൊല്ല വന്നു. അതെ, അതേസമയം ചില മീറ്റിങ്ങുകളൊക്കെ എൻകറേജ്ഡ് ആയിരിക്കും, ആളുടെ പ്രസൻസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരിക്കും. അതെ, ആ ഒരു ബോസുമായിട്ടൊരു മീറ്റിംഗ് കൂടാൻ, ആ വ്യക്തിയെ ഒന്ന് കാണാൻ സംസാരിക്കാനായിട്ട് അവസരം കിട്ടുന്നത് ഭാഗ്യമായിട്ട് കാണുന്ന ആളുകൾ. അതെ, ഹൗ യു മെയ്ഡ് പീപ്പിൾ ഫീൽ, എങ്ങനെ അവരെ ഫീൽ ചെയ്യിക്കാനായിട്ട് സാധിച്ചു, അത് മീനിങ്ങിലൂടെ ആയിരിക്കും. അതൊക്കെ ഇമ്പാക്റ്റിൻ്റെ പാർട്ടായിട്ടാണ്. അതാണ് റിലേഷൻഷിപ്പിൻ്റെ ഒരു അതെ. ഇപ്പം ഫൗണ്ടേഷൻ. ഗൂഗിൾ മാപ്സ് ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രധാന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് റിയൽ ലൈഫ് സ്റ്റോറീസ് അവർക്ക് ഷെയർ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. അപ്പോൾ ആ കൃത്യസമയത്ത് കൃത്യമായ മാപ്പിലൂടെ അവർക്ക് എങ്ങനെ അത് എത്തിക്കാൻ സാധിച്ചു. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഗൂഗിൾ മാപ്സ് എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ള റിയൽ ടൈം കസ്റ്റമർ സ്റ്റോറീസ്, യൂസർ സ്റ്റോറീസ് എംപ്ലോയീസിന് ഷെയർ ചെയ്യും. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ടെസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഒരു ഡെവലപ്പർ ആയിക്കൊള്ളട്ടെ, ഒരു സാധാരണ വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർ മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്യുന്നത് എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റിൽ അവരെ സഹായിക്കുന്ന ഒരു ആളാണ് എന്നുള്ള കൺവിക്ഷൻ വരും. അപ്പോൾ അങ്ങനെയാണ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൺ ഗ്ലാസ് പെല്ലി ഫോർ എ മിൽക്ക് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട്. അതെ, 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 ഒരു ബാലൻ ന്യൂസ് പേപ്പറുമായിട്ട് നടന്ന് വീടുകളിൽ ന്യൂസ് പേപ്പർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ദാഹിച്ചു. അപ്പോൾ ഒരു അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അവന് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. കുറേ വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കലൊരു ഹോസ്പിറ്റലൊരു വൃദ്ധയായ സ്ത്രീ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ഉം, മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ വന്നാൽ നിങ്ങൾ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കും. അവസാനം ഡോക്ടർ എങ്ങനെയോ അവിടെ എത്തപ്പെടുന്നു. ഉം, അദ്ദേഹം എല്ലാ ട്രീറ്റ്മെൻറ്റും ആ വ്യക്തിക്ക് നൽകുകയാണ്. അപ്പോൾ അവർ സുഖം പ്രാപിച്ചു. അവർ ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വലിയൊരു ബില്ല് വന്നിട്ടുണ്ട്. വലിയ ബില്ലാണ്. അവർ വീണ്ടും നിസ്സഹായിരിക്കുകയാണ്. ഇത്രയും വലിയ ബില്ല് ആരടയ്ക്കും? ഉം, ഇത്രയും വലിയ ഡോക്ടറുടെ ഫീസ്, ഇത്രയും വലിയ ഓപ്പറേഷൻ്റെ ഫീസ്. സൗഖ്യമായി, പക്ഷെ പണമില്ല. അതെ, അപ്പോൾ അവർ നിരാശയോടെ വിഷമിച്ചുകൊണ്ട് ആ ബിൽ കൗണ്ടറിലേക്കൊരു എക്സ്ക്യൂസ് ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു, ദിസ് ബിൽ ഹാസ് ഓൾറെഡി ബീങ് പെയ്ഡ്. ഉം, എന്നിട്ടൊരു ചീട്ട് എടുത്ത് കൊടുത്തു. ദി എൻറ്റയർ ബിൽ ഈസ് പെയ്ഡ് ഫോർ 1 മിൽക്ക് ഓഫ് ഗ്ലാസ്. അതെ. അന്ന് ചെറുപ്പത്തിൽ നിസ്സഹായനായ പോയൊരു കുട്ടിക്ക് ഒരു ഗ്ലാസ് മിൽക്ക് കൊടുത്തതിൻ്റെ പ്രതിഫലം ഒരു ജീവൻ തിരിച്ചു നൽകിയതാണ്. ഇതുപോലെ എനിക്ക് ഓർമ്മ വരുന്നൊരു കഥയാണ് വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. എന്താണ് സ്റ്റാൻഫോർഡിൽ വളരെ ചെറുപ്പത്തിൽ 2 വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട് കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് അവർ ഫണ്ട് റേസിങ്ങിനായിട്ട് ഒരു കൺസേർട്ട് നടത്തി. അപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പിയാനിസ്റ്റായ ഇഗ്നാൻസി പെട്രവെസ്കിയാണ് വിളിച്ചത്. അപ്പോൾ അവർ $2000 അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇവർക്ക് ആ ഫണ്ട് റേസിങ്ങിലൂടെ $1600 മാത്രമേ റേസ് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് പോയി ക്ഷമ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ ചെക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, ഈ $1600 നിങ്ങളുടെ പഠന ചെലവിന് വേണ്ടി ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു കൊടുത്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇഗ്നാൻസി പെട്രവെസ്കി അദ്ദേഹം പോളണ്ടിൻ്റെ പ്രസിഡൻ്റായി. പോളണ്ട് വലിയ വരൾച്ചയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ധാന്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അപേക്ഷ അയച്ചു. അങ്ങനെ വളരെ സർപ്രൈസിങ് ആയിട്ട് അമേരിക്ക അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അമേരിക്കയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഈ സഹായം നൽകിയ വ്യക്തിയെ അദ്ദേഹം പോയി കാണുകയുണ്ടായി. അപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ പോളണ്ടിലെ പ്രസിഡൻ്റ് ആയതുകൊണ്ടല്ല, അന്ന് നിങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് തന്ന $1600 ചെക്ക് സ്വീകരിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ ഹെർബർട്ട് ഹൂവറാണ്. അദ്ദേഹമാണ് പിന്നീട് അമേരിക്കൻ പ്രസിഡൻ്റായി മാറിയത്.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാമെങ്കിൽ ഓരോ പ്രവൃത്തിയിലും നമ്മൾ നമ്മുടെ ആ ഒരു വ്യക്തിമുദ്ര, ഒരു വ്യക്തിശുദ്ധി നമ്മൾ നിലനിർത്തും എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആക്ട് ഓഫ് റാൻഡം കൈൻഡ്നെസ് എന്ന് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അതെ 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 നമ്മൾ എമ്പതിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അതെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, കെയറിനെ കുറിച്ച്, സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. അതെ എങ്ങനെ ആളുകൾക്ക് സഹായിക്കാൻ സാധിക്കും, ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സഹായം കൊടുക്കുവാൻ സാധിക്കും. എൻ്റെ ചില സുഹൃത്തുക്കളുടെ ഒക്കെ അനുഭവം ഞാൻ കേട്ട് വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഒരു കൗൺസിലറായിരുന്നു. ആ. ഒരാളുടെ ജീവിതത്തിൻ്റെ വളരെ മോശമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇവരെ ഒത്തിരി ഇമോഷണൽ സപ്പോർട്ട് ചെയ്തു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം അതെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിപ്പോയി. അപ്പോൾ ആ വളരെ ദുസ്സഹമായ സാഹചര്യത്തിൽ അദ്ദേഹം അവരെ വൈകാരികമായിട്ടുള്ള സപ്പോർട്ടെല്ലാം കൊടുത്തു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം, ഇവർ സംസാരിക്കുന്ന ആളായിരുന്നു, ഒരു ദിവസം ഈ വ്യക്തിക്ക്, എൻ്റെ സുഹൃത്തിന്, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടു. ഉം. അപ്പോൾ അപ്പോഴും ഈ ആൾ വിളിക്കുന്നുണ്ട്, അതെ പക്ഷേ ഇദ്ദേഹം എടുക്കുന്നില്ല ഫോൺ. കാരണം ഉം. ഇദ്ദേഹം അത്രമാത്രം മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ എവിടെ വെച്ചോ പുറത്ത് മറ്റേ സുഹൃത്ത് കാണാനിടയായി. ഉം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പറ്റിയത്? അദ്ദേഹം ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞു. ഉം. പിന്നെ അവർ കടന്നുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഇദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ടും സാധാരണ പോലെ സംസാരിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരു സഞ്ചി കൊടുത്തു. ഉം. എന്നിട്ട് പറഞ്ഞു, ഈ സഞ്ചി വീട്ടിൽ കൊണ്ടുപോകണം, വീട്ടിൽ ചെല്ലാതെ തുറക്കരുതെന്ന് പറഞ്ഞു. ഉം. അദ്ദേഹം വീട്ടിൽ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 15 ലക്ഷം രൂപയുടെ ഒരു കെട്ട് ഉം. ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി പോയി. ഒരു റാൻഡം കൈൻഡ്നെസ്, പണ്ട് എവിടെയോ കൊടുത്ത ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടി അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം. വേറെ സുഹൃത്തിന് പറഞ്ഞൊരു കഥ എന്നെ അത്ഭുതപ്പെടുത്തി. ഉം. അദ്ദേഹം ഒരു ദൂരെയുള്ളൊരു സുഹൃത്തിനെ, ദൂരെയുള്ളൊരു വ്യക്തിക്ക്, റാൻഡമായിട്ടുള്ള ഉം. വ്യക്തിയുടെ ടാക്സി ഡ്രൈവറായി വർക്ക് ചെയ്യുകയായിരുന്നു. ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ മകളെന്തോ ഇവിടെ കൊച്ചിയിൽ പഠിക്കുന്ന ഒരു ഉം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവരെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയും പിക്ക് ചെയ്യുകയും അങ്ങനെ സഹായം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഉം. അപ്പോൾ ഒരു ദിവസം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ, യാത്ര ചെയ്തപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾക്കൊരു വീട് വെച്ചുകൂടെ ടൗണിൽ? ഉം. അപ്പോൾ അവന് വീട് വെക്കാൻ പോയിട്ട് വാടകയ്ക്ക് പോലും താമസിക്കാൻ എനിക്ക് കഴിയില്ല, അത്രമാത്രം കഷ്ടപ്പാടിലാണ് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ശ്രമിക്കൂ, നിങ്ങൾ ചെയ്യാൻ നോക്കൂ. അപ്പോൾ അദ്ദേഹത്തിന് കളിയാക്കലായി തോന്നി. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാന്ന് അറിയാമെങ്കിൽ ഇവർ പറയാൻ ശ്രമിക്കൂ, ഉം. ഹാർഡ് വർക്ക് ചെയ്യും, മോട്ടിവേഷൻ. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് എന്നെ അറിയിക്കൂ, എത്ര പൈസയാണെങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറയാൻ. ഉം. ഉം. അദ്ദേഹം അങ്ങനെ എവിടെയോ പോയി നല്ലൊരു വീട് കണ്ടെത്തി. അവരോട് പറഞ്ഞു, അവർ ഏകദേശം 35 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തു. ഒരു വീടുമില്ലാതെ കൊടുത്ത് ആ വീട് അദ്ദേഹത്തെ സ്വന്തമായിട്ട് ലഭിക്കുകയായി. ഉം. അപ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല നന്മ ചെയ്തത്. ഉം. അതെ നല്ല സന്തോഷത്തോടെ അദ്ദേഹം, അതാണ് മീനിങ്. ഞാൻ സെർവ് ചെയ്യുന്ന ആൾക്ക്, ഞാൻ സഹായിക്കുന്ന ആൾക്ക് പണത്തേക്കാൾ അപ്പുറമായിട്ടൊരു മീനിങ്ങും ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹം ആ റിലേഷൻ ബിൽഡ് ചെയ്തപ്പോൾ അതെ അദ്ദേഹം ആഗ്രഹിക്കാത്ത പ്രതിഫലം ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായി ഈ പോഡ്കാസ്റ്റ് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. അതെ എത്രമാത്രം മീനിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്നോട് പല എൻ്റെ ക്ലയൻസും പറയാറുണ്ട്, പൈസയേക്കാൾ അപ്പുറമായിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ചില നല്ല രീതിയിൽ ഹൈ ലെവലിൽ ഫീ കൺസൾട്ടിങ് ചാർജ് മേടിക്കുന്നയാളാണ്. ഉം. ചില ആളുകളുടെ ജീവിതാവസ്ഥ കേൾക്കുമ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ, അല്ലെങ്കിൽ കോച്ച് എന്ന നിലയിൽ നമുക്ക് എമ്പതി ഉണ്ടാകണമെന്ന് വെച്ചാൽ കരയേണ്ട ആവശ്യമൊന്നുമില്ല. അതെ അത്രമാത്രം ജെന്യുവിൻ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ചില ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യും. അതെ. വളരെ കുറഞ്ഞ തുകയിൽ അവ തരുന്ന ഒരു ഉദാഹരണം പറയാൻ പറ്റുന്നതാണെന്ന് എനിക്കറിയത്തില്ല. ആ ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു അറിയത്തില്ല. പക്ഷെ അദ്ദേഹം എനിക്ക് തന്ന കൺസൾട്ടൻസി ഫീ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ 70% ഉം. അപ്പോൾ അദ്ദേഹം വളരെ വലിയ ശമ്പളമുള്ള ആളല്ല. പക്ഷെ അത്രയും അദ്ദേഹം തന്നപ്പോൾ എനിക്ക് മനസ്സിലായി എത്രമാത്രം ഗ്രോ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഉം. 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 അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവരെയൊക്കെ സെർവ് ചെയ്യുന്ന, അതെനിക്ക് എൻ്റെ കൺസൾട്ടേഷൻ ഫീയുടെ ഒരു 10 മാത്രമേ യഥാർത്ഥത്തിൽ ആ ഫീസ് വരുന്നതിലേക്ക് കൂടി അതെ ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തത്, അല്ലെങ്കിൽ ഏറ്റവും അധികം കമ്മിറ്റ്മെൻറ്റോടുകൂടി വർക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്ലയൻ്റ് ആയിരുന്നു അവർ. ഉം. 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 അപ്പോൾ കാരണം അത്രമാത്രം മീനിങ് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം, അത് ഒരു പക്ഷേ പണത്തേക്കാൾ അപ്പുറമായിട്ട് നമുക്കൊന്ന് സന്തോഷമായിരിക്കും. ഒരു ഹൈ പെർഫോമൻസ് നിലയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണമല്ല ഹൈ പെർഫോമൻസ്, ഉം. ഉം. പൊസിഷൻസ് അല്ല ഹൈ പെർഫോമൻസ്, സെലിബ്രിറ്റി ആകുന്നല്ല ഹൈ പെർഫോമൻസ്. അതെ. അതിലപ്പുറമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് ഉൾപ്പെടെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടെ, ഹെൽത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഉം. ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം മാത്രമല്ല. ഇപ്പം എൻ്റെ ഹാബിറ്റ് ബിൽഡർ പുസ്തകത്തിൽ, അതല്ലെങ്കിൽ ശീലങ്ങളുടെ ശില്പിൻ്റെ പുസ്തകത്തിലെല്ലാം 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉം. ഉം. അതിലൊരു കാര്യം മാത്രമാണ് പണം, ഒരു കാര്യം മാത്രമാണ് സെലിബ്രിറ്റി ആകുക എന്നുള്ളത്. അതെ ബാക്കി എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങളാണ്, അത് ഫാമിലി ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ജീവിതത്തിൽ എവിടെയും വലിയ വിജയങ്ങൾ നമുക്ക് നൽകാൻ സഹായിക്കുന്നത്. അതെ അതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഹൈ പെർഫോമർ ആകാൻ സാധിക്കുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ബന്ധങ്ങളാണ് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത്.
ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഹൈ പെർഫോമൻസ് ക്ലയൻറ്റ് ആണെങ്കിൽ കൂടെയും പലപ്പോഴും അവരുടെ ബന്ധത്തെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, അവരുടെ വർക്ക് ലൈഫിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നം കാണാറുണ്ട്. അതെ. അവരുടെ പെർഫോമൻസിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം കാണാറുണ്ട്. ഒരു 90% ആളുകൾ ഞാൻ ഈ പാറ്റേൺ കാണാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് റിലേഷൻഷിപ്സ് ആണ് ഫൗണ്ടേഷൻ ഓഫ് ബിക്കമിങ് ഹൈ പെർഫോമർ. അതെ. എത്രമാത്രം റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ സാധിക്കും, അത്രമാത്രം ഇമോഷണൽ റിസൈലൻ്റ് ആകുവാനും വളരുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇഗ്നോർ ചെയ്യാതെ നാം കാണേണ്ട ഒന്നാണ് റിലേഷൻഷിപ്പ്. കാരണം യുവർ നെറ്റ് വർത്ത് ഈസ് യുവർ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ അസറ്റ്, നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വളരെ ആസ്തിയുള്ള ഒരുപാട് അസറ്റുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബന്ധങ്ങളുടെ വ്യാപ്തി മാത്രമല്ല, ആ ബന്ധങ്ങളുടെ ആഴവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കോണ്ടാക്റ്റും നമ്മുടെ കണക്ഷനും വ്യത്യാസമുണ്ട്. നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കാം, നമ്മുടെ ഫേസ്ബുക്കിൽ 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ആവശ്യ നേരത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പകരം വെക്കാൻ വേറൊരാളുണ്ടാവില്ല. അപ്പോൾ അതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആത്മശോധനയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇൻവെസ്റ്റ് ഇൻ റിലേഷൻഷിപ്സ്. യെസ്. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അതെ. ലോകത്തിലെ സന്തോഷമുള്ള ഒട്ടുമിക്ക സമൂഹങ്ങളും ആരോഗ്യവും ആയുസ്സുമുള്ള ഒട്ടുമിക്ക സമൂഹങ്ങളിൽ ബേസിക് പ്രിൻസിപ്പിൾ ഇതായിരുന്നു: ക്വാളിറ്റി സർക്കിൾ, ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ്, ക്വാളിറ്റി കമ്മ്യൂണിറ്റി. അതെ. ഇതൊരു വിഷയം മാത്രമാണ് സംസാരിച്ചത്, റിലേഷൻഷിപ്സിലൂടെ എങ്ങനെ ഹൈ പെർഫോമർ ആകാൻ സാധിക്കുമെന്ന്. നിങ്ങൾക്ക് പുതിയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. ഡോക്ടർ മനുവും ഒപ്പം തന്നെ അതുപോലെയുള്ള ധാരാളം എക്സ്പേർട്സും ഹൈ പെർഫോമൻസ് സംസാരിക്കുവാൻ നമ്മളൊപ്പം കൂടെ ചേരുന്നതാണ്. നിങ്ങളുടെ പുതിയ ആവശ്യങ്ങൾ, പുതിയ മേഖലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി പോഡ്കാസ്റ്റുമായി ഞങ്ങൾ കടന്നു വരുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധപ്പെട്ട കമൻസുകൾ നൽകാനും മറക്കാതിരിക്കുക. ഇത്രയും നേരം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്ത ഡോക്ടർ മനു മെൽവിൻ ജോയ്ക്ക് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നന്ദിയും നേരുന്നു. ഇത് തുടക്കം മാത്രമാണ്. ഇനിയും പുതിയ പുതിയ വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കാരണം ഈ പറയുന്നത് പോലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ മനു മെൽവിനും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് 2012 ആരംഭിച്ചതാണ്. ഞങ്ങളുടെ ജേർണിയിലൊക്കെ ഒത്തിരി അധികം സമാധാനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിജയങ്ങൾ, ഞങ്ങളുടെ പരാജയങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ വീഴ്ചകൾ, താഴ്ചകൾ, ഞങ്ങൾ പങ്കിട്ടതായിട്ടുള്ള പല കഥകൾ, സ്കിൽ നേടാനായിട്ടുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം വളരെയധികം ആ കണക്ഷൻ ഡീപ്പ് റൂട്ടഡായി പോകാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ ഏറ്റവും മികച്ച പെർഫോമർ ആകാൻ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങൾ ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോച്ചായിരുന്നു. ഞാൻ മനുവിനെക്കുറിച്ച് മനു ഒരു പ്രൊഫസർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വളരെയധികം വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന കാര്യമായിരുന്നു ആ ഗോളിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ടാസ്കുകളായിരുന്നു അദ്ദേഹം ആദ്യം കംപ്ലീറ്റ് ചെയ്തത്. വളരെ സിമ്പിളായ കാര്യങ്ങൾ തന്നെ പ്രൊഫൗണ്ടായി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ മനു മെൽവിൻ ജോയ്. സോ ഐ ഓൾവേസ് എൻജോയ് ടോക്കിംഗ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് ഡോക്ടർ മനു മെൽവിൻ. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എൻ ഇൻസ്പയറിംഗ് സ്റ്റോറി. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും ധാരാളം അനുഭവങ്ങൾ നേടിയതിലൂടെയാണ് ഞാനൊരു ഹൈ പെർഫോമർ ആകാനായിട്ട് സാധിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നൽകുക എന്നുള്ളതും എൻ്റെ നിർബന്ധമാണ്. തീർച്ചയായും ഇനിയും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. സോ ബി ഇൻ ടച്ച്, സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ് us see in the next podcast. All the best. ഒരു കർഷകന്റെ മകനായി ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് പല വിഷയങ്ങളിലും തോറ്റ് ഞാൻ ഇന്ന് 15 പുസ്തകങ്ങൾ എഴുതിയെങ്കിൽ, 25 ഇന്റർനാഷണൽ പ്രബന്ധങ്ങൾ രചിച്ചുവെങ്കിൽ, 1500ഓളം യൂട്യൂബ് വീഡിയോകൾ ചെയ്തുവെങ്കിൽ, 29ാം വയസ്സിൽ PhD നേടിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും സാധിക്കും. ഞാൻ എൻ്റെ പഠനങ്ങളുടെയും ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൽ ഡെവലപ്പ് ചെയ്ത മനോഹരമായ മെത്തഡോളജിയാണ് ദ മൈക്രോ അസൽ മെത്തേഡ്. നിങ്ങൾ ഏത് നിലയിലായിരുന്നാലും, നിങ്ങൾ പരാജയപ്പെട്ട ആളായിക്കോട്ടെ, നിങ്ങൾ ബിസിനസ്സുകാരനായിക്കോട്ടെ, നിങ്ങൾ പ്രൊഫഷണൽ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ എങ്ങനെ ഹൈ പെർഫോമർ ആയി എന്ന് നിങ്ങളെ നിരന്തരമുള്ള ഗൈഡൻസിലൂടെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. താഴെ കാണുന്ന ലിങ്കിലൂടെ എൻ്റെ അതിമനോഹരമായ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നേരിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.